പ്രാവശ്യം ഞങ്ങൾ ഹജ്ജ് യാത്ര ഉദ്ദേശിച്ച് ആ തിരക്കപ്പെട്ടതുകൊണ്ടാണ് ഞാനും മക്കളൊക്കെ പോവാറുണ്ട്. മക്കളൊക്കെ ഇവിടെ തന്നെ പഠിച്ചിട്ടുള്ളത്. രണ്ടുപേരും ഇപ്പോൾ പഠിക്കുന്നുണ്ട്. എന്തായാലും ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ടാണോ? അതുകൊണ്ടാണ് ഞാൻ യാത്രയിൽ നിന്ന് മാറിയത്. അല്ല സ്ഥിരം എല്ലാ വർഷവും പോണത്. കുട്ടികളെ കൂട്ടി പോകുന്ന ഒരാളാണ്. ഇല്ല അന്നേരം സംസാരിക്കും. പക്ഷെ അന്നേരമൊക്കെ ഓരോരുത്തർ ചായന്റെ പാത്രവും അതൊക്കെ ഓരോരുത്തുണ്ട്. ചായന്റെ പാത്രം അതൊക്കെ ഓരോരുത്തുണ്ട്. സ്ത്രീകളാണ് ഒരു കൂടുതൽ. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ജീവനുള്ള ഏതൊരു മനുഷ്യനെയും വല്ലാതെ ദുഃഖത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു മലപ്പുറത്തുള്ള ഒരു കൂട്ടം അധ്യാപകർ വാൽപ്പാറയ്ക്ക് ടൂറ് പോയിട്ട് വാൽപ്പാറയിലെ ഒരു വളവിൽ നിന്ന് 600 അടി താഴ്ചയിലേക്ക് വാഹനം വീണിട്ടൊരു 9ഓളം ആളുകൾ മരണപ്പെട്ട ഒരു സംഭവം. മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും കണ്ണീരോടുകൂടി മാത്രമേ ആ വാർത്ത വായിക്കുള്ളൂ. പക്ഷെ ആ വാർത്തക്ക് താഴെ ചില മലയാളികളായ ആളുകൾ മതം തലക്ക് പിടിച്ചിട്ട് ആ മരണപ്പെട്ട മനുഷ്യരെ അപമാനിക്കുന്ന രീതിയിൽ കമന്റ് ഇട്ടപ്പോൾ മലയാളികളാണല്ലോ റബ്ബെ എന്ന് ഓർത്തിട്ട് വല്ലാതെ സങ്കടം തോന്നുകയാണ്. ഒരു മനുഷ്യനിട്ട് ഒരു കമന്റാണ്. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഏതോ ഒരു ഹോട്ടലിൽ വിഷുവിന് ആശംസ നേർന്നുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ചിത്രം ഒപ്പം വെച്ചതിന് ശ്രീകൃഷ്ണൻ കൊടുത്ത ശിക്ഷയാണത്ര നിരപരാധികളായ മുസ്ലിങ്ങളുടെ കുലം മുടിക്കുമെന്നൊക്കെ പച്ചക്ക് പരസ്യമായിട്ട് മരണപ്പെട്ടവരെ അപമാനിക്കുന്ന രീതിയിൽ കമന്റ് എഴുതാൻ എങ്ങനെയാണ് ഈ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്? ആ രംഗൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര സന്തോഷത്തിലാണ് ആ പാങ് ഗവൺമെന്റ് LP സ്കൂളിലെ ടീച്ചർമാരും അവരുടെ തൊട്ടടുത്തുള്ള സ്കൂളിലെ പല ടീച്ചർമാരും അവിടുത്തെ സ്കൂളിലെ നോൺ സ്റ്റാഫും അവരെ മക്കളൊക്കെ അടങ്ങുന്ന 13ഓളം അടങ്ങുന്ന ഒരു സംഘം ഒരു ട്രാവലർ വിളിച്ച് തിരപ്പള്ളി വാഴച്ചാല് വഴി മലക്കപ്പാറ വഴി ഒരു വാൽപ്പാറ ഒരൊറ്റ ദിവസം കൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു യാത്ര, വെള്ളിയാഴ്ച നടത്തിയൊരു യാത്ര. ആ യാത്രയുടെ സന്തോഷങ്ങൾ അവർ അവസാനം പോലും എടുത്തൊരു ഫോട്ടോ അത്രയും ഹാപ്പി ആയിട്ട് അയച്ചിട്ട് ആ മനുഷ്യര് മുഴുവനും ഒരു ചുരത്തിന്റെ മുകളിൽ നിന്ന് ആ വാഹനം അപകടത്തിൽപ്പെട്ട് താഴേക്ക് 600 അടി താഴ്ചയിലേക്ക് വീണ് ആ മനുഷ്യര് മുഴുവനും ചിതറിത്തെറിച്ച് മരണത്തിന് കീഴടങ്ങിയ ആ നിമിഷത്തില് മനസ്സാക്ഷിയുള്ള മനുഷ്യരൊക്കെ വേദനയോടുകൂടി നിൽക്കുമ്പോൾ ഇവർക്ക് മാത്രം എങ്ങനെയാണ് ഇങ്ങനെ അധപ്പതിക്കാൻ കഴിയുക? വേറൊരുത്തനിട്ടിക്കാൻ ഇവർക്കൊക്കെ മദ്യം ഒഴുകുന്ന ഹൂർലീങ്ങൾ ഒഴുകുന്ന പുഴകളുണ്ടല്ലോ, അതിനെ കൊതിച്ച കാക്കമാരാണ് ഇങ്ങനെ. ആ മരണപ്പെട്ടവരിൽ ആശ ടീച്ചർ, അതേപോലെ വേറെ ആ സ്കൂളിലെ പ്രധാനാധ്യാപിക, ഇവരൊന്നും മുസ്ലിങ്ങളാണോ? മരണപ്പെട്ടവരെ മനുഷ്യരായിട്ടല്ലടോ കാണേണ്ടത്. ഞാൻ ഇന്ന് TV കണ്ട ചാനലിലൊക്കെ കണ്ട വാർത്ത തന്നെയാണ്. ഞാൻ പത്രത്തിൽ കാണുമ്പോഴും കണ്ണീരോട് കൂടിയിട്ടാണ് ഞാൻ ആ വാർത്ത മുഴുമിപ്പിച്ചത്. ഒരു മജീദ് മാഷ്, പാവം കണ്ണ് കാണാത്തൊരു മാഷ്, അദ്ദേഹമാണ് അത്ര ടൂറിന് വേണ്ടി എപ്പോഴും മുൻകൈ എടുക്കുക. മൂപ്പർക്ക് കാണൂല, പക്ഷെ കൂടെയുള്ളവരെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂളിൽ നല്ല ടൂറിനൊക്കെ മുൻകൈ എടുക്കുന്ന ഒരാൾ. കഴിഞ്ഞ തവണയും ടൂറ് പോയതാണ്. ആ ടൂറിന് എപ്പോഴും ഭാര്യ റംലയും കൂടെ ഉണ്ടാവും. ആ രണ്ടുപേരും ആ മരണത്തിന് കീഴടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മരണപ്പെട്ടവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഒരു പുതിയ വീടൊക്കെ വെച്ച് അതിലേക്ക് താമസം മാറി കുറച്ചേ ആയിട്ടുള്ളൂ എന്നാ പറയണത്. റബ്ബേ, എന്ത് പറഞ്ഞിട്ടാണ് ആ മക്കളെ ആശ്വസിപ്പിക്കുക? ഇന്ന് അവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോ ആ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വന്നൊരു മനുഷ്യൻ കരയാതെ തിരിച്ചു പോയിട്ടില്ല. ജാതി നോക്കിയിട്ടാണോ, മതം നോക്കിയിട്ടാണോ, കുടുംബം നോക്കിയിട്ടാണോ? ഒരു നാട്, മനുഷ്യർ എന്ന് പറയുന്നൊരു വികാരമുണ്ട്. അതിനിടയിലാണ് ഇതുപോലെയുള്ള വൃത്തികെട്ട കമന്റുകൾ, മതയോളികളായ ആളുകൾ മതം തലക്ക് പിടിച്ചിടുന്നത്. ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, മുസ്ലിമാണോ, അവരെങ്ങനെ വേണമെങ്കിലും കിടന്ന് മരിക്കട്ടെ എന്ന് കരുതുന്ന ഒരു മനസ്സ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. ആ ഒരു പ്രദർശനത്തിൽ വെച്ചൊരു കാഴ്ചയിൽ കണ്ടു നിന്നവന്റെ ഹൃദയം പൊട്ടിപ്പോകും. ആ ഒരു സ്കൂളിലെ ടീച്ചർമാരിൽ 7 പേരങ്ങണ്ട് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ അവശേഷിക്കുന്ന ഒരു 3 അധ്യാപകരെങ്ങാനും ഉള്ളൂ എന്നാണ് പറയണത്. അതിൽ ഒരു അധ്യാപകരെ വിളിച്ചപ്പോൾ അവർ പോവാഞ്ഞത് ഹജ്ജിന് യാത്രകളുടെ ഒരുക്കത്തിലായിരുന്നു. അതുകൊണ്ട് ഇതിന് ടൂറിന് പോയതുമില്ല. അവരാ ടൂറിന്റെ ഗ്രൂപ്പിൽ, അവരൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങായില്ല. വേറൊരാള് മകൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, മറ്റു ചില ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണങ്ങളൊക്കെ ഉണ്ട്, ഗോപാലൻ എന്ന് പറഞ്ഞൊരു മാഷും, അദ്ദേഹം പോയില്ല. അല്ലെങ്കിൽ ആ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും മരണത്തിന് കീഴടങ്ങുമായിരുന്നു. അപകടത്തിൽ മരണപ്പെട്ട ആശ ടീച്ചർ ഒരു പാട്ട് കേട്ടപ്പോൾ വല്ലാതെ സങ്കടം തോന്നി. പടച്ചോനെ, ആ പാട്ട് ഈ യാത്രയിൽ പാടിയതല്ല, ഇതിന് മുൻപ് ആ സ്കൂളിൽ നടത്തിയൊരു ടൂറിൽ നടത്തിയൊരു പാട്ടാണ്. ഈ പാട്ട് തന്നെയാണ് അത്ര അവർ ഈ യാത്രയിലും പാടിയത്. പക്ഷേ ആ യാത്രയുടെ വിശേഷങ്ങൾ പറയാൻ ആ ജീവനോടെ ആശ ടീച്ചറോ കൂടെയുള്ള ആളുകളോ ഇല്ല എന്നുള്ളതാണ്. ഒരു പക്ഷെ എന്താ സംഭവിച്ചത്? ആ വാഹനത്തിന്റെ നിയന്ത്രണം, ഒന്നാമത് ഈ കയറ്റം കയറുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഗിയർ തന്നെയാണ് ഇറങ്ങുമ്പോൾ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ്. ഒരു പക്ഷേ
ബ്രേക്ക് പിടിച്ചിട്ട് ഇറങ്ങിയതാണോ? ഇത്തരം ട്രാവലറിൻ്റെ ബ്രേക്കിനെ കുറിച്ചിട്ടൊക്കെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം പിന്നെ പാവം ഡ്രൈവർ, അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹം ചികിത്സയിലാണ്. ഒരു മൂന്നോളം പേര് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ഒരു അത്ഭുതകരമായി രക്ഷപ്പെട്ടൊരു കുട്ടിയുണ്ട്. ആ ഒരു കുട്ടി എൻ്റെ ഉമ്മാനെ വിളിച്ച് കരയാ, ഉമ്മ മരിച്ചു എന്ന് ആ കുട്ടീനെ അറിയിച്ചിട്ടില്ല. ഇങ്ങനെ ഈ ഒരു വാർത്ത കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ കണ്ണീരോടുകൂടി കാണുമ്പോഴൊക്കെ ഒരു മനുഷ്യൻക്ക് ഇവരെ അപഹസിക്കാൻ തോന്നുന്ന ഒരു മനോവൈകല്യം ഉണ്ടല്ലോ. ഇതിൻ്റെ പേരാണ് പച്ചക്ക് വർഗീയത എന്ന് പറയുന്നത്. ആര് കിടന്ന് മരണപ്പെടട്ടെ, ആ മരണപ്പെട്ടവൻ എൻ്റെ ഓപ്പോസിറ്റ് മതക്കാരനാണോ എങ്കിൽ അത് ആഹ്ലാദിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മനസ്സാക്ഷിയുള്ളൊരു മനുഷ്യനും ഈ ഒരു മരണത്തിൽ വേദനിക്കാതിരുന്നിട്ടുണ്ടാവോ? ആ രംഗം ഒന്ന് കണ്ടൊക്കെ സ്കൂളിൽ വന്നിട്ട് ആ പ്രദർശനത്തിന് വെച്ചിട്ട് ആ പിഞ്ചു മക്കളുടെ അതിൽ ഒരു ടീച്ചർ ഷക്കീല എന്തോ ഒരു ടീച്ചർ ആ സ്കൂളിൽ മുമ്പ് വർക്ക് ചെയ്തിരുന്നതാണ്. അവരിപ്പോൾ ഒരു UP സ്കൂളിലേക്ക് മാറിപ്പോയി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വർക്ക് ചെയ്ത ആളുകളുടെ കൂടെയുള്ള ഒരു ടൂറിന് അവരും കൂടെ കൂടിയതാണ്. മരണം മാടി വിളിച്ചതുപോലെ അത്രയും ഒരുമിച്ചെടുത്തൊരു ഫോട്ടോ അത് അവസാനത്തെ ഫോട്ടോയാണെന്നൊരു നിമിഷം പോലും ഒരു കരുതിയിട്ടുണ്ടാവില്ല. ആ അപകടം കണ്ടൊരു ഹാരിസ് എന്ന് പേരൊരാൾ പറയുന്ന വാക്ക് കേട്ട് നടുങ്ങിപ്പോയി. ആ അപകടത്തിന്റെ തീവ്രത അദ്ദേഹത്തിന്റെ വാക്കിലുണ്ട്. ഈ ട്രാവലർ ഇത് തിരിയാണിത്, ഇതിങ്ങനെ തിരിഞ്ഞാണ്. ഈ തിരിയണതില് ആ എയർപിന്നിൽ ഇത് തിരിയണതില് ഓനക്ക് ചിലപ്പോ എന്തായിട്ടുണ്ടാവില്ല, ഓന്റെ. അപ്പൊ അത് 2 ടയർ മുന്നോട്ട് പോയാൽ പിന്നെ കഴിഞ്ഞ്, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ വലിയൊരു കെട്ടൊന്നുമില്ല. ഏകദേശം ഒരു 1.5 അടിയേ ഉള്ളൂ. 1.5 അടി 2 അടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ ഹെയർപിൻ വളവിലൂടെ ഒരേ സമയം 2 വാഹനങ്ങൾ കടന്നു പോവോ? ഇല്ല. 200 അടി മുകളിലുണ്ടാവും. വാഹനം മാറില്ലേ? വാഹനം കണ്ടാൽ ആ വളവെന്നാ നേരെ താഴേക്കാ പോണേ. നിങ്ങൾ താഴെ ഞാൻ മുകളിലാണ്. ഞങ്ങൾ 16-ാം വളവില് ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. 16-ാം അവിടെ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് നമ്മളെ മുമ്പ് കൂടാണ് പിന്നെ ഓല് പാസ് ചെയ്ത് പോണേ. പിന്നെ ഞങ്ങൾ 13-ലെത്തി, അല്ല 14-ലെത്തി. 13-ാണ് ഇത് സംഭവിക്കുന്നത്. ഇത് 13 സംഭവിച്ചിട്ട് 10-ലേക്കാണ് ഇത് എത്തുന്നത്. 10 അല്ലെങ്കിൽ 11. ഏത് നിങ്ങൾ കണ്ടത് അവർ ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോഴാണ്? ഞാൻ കണ്ടത് ഫോട്ടോ എടുക്കാൻ 16-ല് ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോഴാണ് കണ്ടത്. ഇല്ല അന്നേരം സംസാരിക്കും. പക്ഷെ അന്നേരമൊക്കെ ഓരോരുത്തർ ചായന്റെ പാത്രവും അതൊക്കെ ഓരോരുത്തരുണ്ട്. ചായന്റെ പാത്രം സ്ത്രീകളാണ് ഒരു കൂടുതൽ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദുആ ചെയ്യാൻ, മരണപ്പെട്ട ആളുകൾക്ക് മഗ്ഫിറത്തിന് കിട്ടാൻ, മർഹമത്ത് കിട്ടാൻ, ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കാൻ വേണ്ടിയിട്ട് ആ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് അല്ലാഹു സമാധാനം ക്ഷമയും നൽകട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പരിചയക്കാരാണോ ഈ മരണപ്പെട്ടവർ? അറിയുന്ന ആളുകളാണെങ്കിൽ, നിങ്ങളുടെ പരിചയക്കാരോ പ്രിയപ്പെട്ടവരോ ആണെങ്കിൽ ആ വിവരങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ മരണപ്പെട്ട സ്ഥലത്തോ അല്ലെങ്കിൽ ഖബറടക്കുന്ന ഇടങ്ങളിലോ പ്രദർശനം വെച്ചോടത്തൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്ന് പങ്കുവെക്കാൻ മറക്കരുത്. ഒരുപാട് പേര് നമുക്ക് വിളിച്ചു, അവിടെ മരണപ്പെട്ട വീട്ടിൽ പോയ ആളുകൾ, അതോടൊപ്പം തന്നെ പൊതുദർശനത്തിന് പോയ ആളുകൾ, അവരൊക്കെ വിളിച്ചിട്ട് സങ്കടത്തോടു കൂടി പറയാണ്, മാഷേ താങ്ങണില്ല, ഞങ്ങൾ പഠിച്ച സ്കൂളാണ്, ആ സ്കൂളിന്റെ ഗേറ്റ് കണ്ണീര് കൊണ്ട് അടഞ്ഞുപോയി എന്ന മാതൃഭൂമിയിൽ എഴുതിയൊരു വാർത്ത. എത്രമാത്രം ആളുകൾ സ്നേഹിക്കുന്ന ആ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അപകടം. നമുക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ വളാഞ്ചേരി പാങ്ങിലുള്ള നാട്ടുകാർക്ക് എങ്ങനെ ഉൾക്കൊള്ളാനാവുക? ഒരു സ്കൂളിലെ മുഴുവൻ അധ്യാപകർ നമ്മുടെ കൂടെ ചിരിച്ച് കളിച്ച് പോയിരുന്ന ഒരാളുകൾ തിരിച്ചും കണ്ട് വരുമ്പോൾ അവർ കഫംപുടയിൽ വരുന്നൊരു കാഴ്ച ഉൾക്കൊള്ളാൻ മാത്രമുള്ള വലിപ്പമുള്ളവരാണോ നമ്മൾ? എന്നിട്ട് ഇങ്ങനത്തെ ഒരു ദുരന്ത സാഹചര്യത്തിലും അവർ അപമാനിക്കുന്ന രീതിയിൽ കമന്റ് ഇടാൻ തോന്നുന്ന മനസ്സുണ്ടല്ലോ. പടച്ചോനെ, നമുക്കൊന്നും തരണ്ട, സമ്പത്തോ പദവിയോ വിദ്യാഭ്യാസം ഒന്നും തരണ്ട. ഇതുപോലത്തെ വർഗീയമായ മനസ്സ് നമുക്ക് നൽകാതിരിക്കാം. അതുപോലെ സുഹൃത്തുക്കളെ നമുക്ക് നൽകാതിരിക്കാം. അതേ നമ്മുടെ പ്രാർത്ഥന വേണ്ടുള്ളൂ. പ്രധാനമന്ത്രി അടക്കം അനുശോചനം അറിയിച്ച വലിയൊരു ദുരന്തം. ആദ്യം കേട്ടത് 5 പേര് മരിച്ചു എന്നാ, പിന്നെ കേട്ടത് 7 പേര് മരിച്ചു, പിന്നെ കേട്ടത് 9 പേര് മരണത്തിന് കീഴടങ്ങി. അള്ളാഹു ആ പരിക്കേറ്റ കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും, മക്കളെ നിങ്ങളുടെ ഉമ്മ ഇല്ലാതായി. ആ ഭാര്യയും ഭർത്താവും, മജീദ് മാഷും ഭാര്യയും, ആ മക്കള് അനാഥമായിട്ടുള്ള മക്കൾ, ഒരു വാക്കുകൊണ്ടും ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു സമയത്താണ് ഇതുപോലെ മതം നോക്കിയിട്ട് അതിനെ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യനെയല്ല, അവൻ മൃഗത്തിനേക്കാൾ അത് പതിച്ചെന്ന് പറഞ്ഞാൽ മൃഗം കേസ് കൊടുക്കും.
ഉള്ളിൽ വർഗീയത ഉണ്ടായാൽ, ഏത് മരണത്തിൻ്റെ പേരിലും നിങ്ങൾ ആഘോഷിക്കുന്ന ഒരു മനസ്സ് പടച്ചോനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമുക്കോ പടച്ചോ തരാതിരിക്കട്ടെ. ആ രംഗം കാണുമ്പോൾ ഹൃദയം പൊട്ടിപ്പോവുക, അവിടെയുള്ള ഓരോ കാഴ്ചകൾ കാണുമ്പോൾ. ഈ ഒരു സമയത്തെ എല്ലാ വീഡിയോകളിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യങ്ങൾ ചോദിക്കലുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ചോദ്യം ചോദിക്കാൻ സത്യം പറഞ്ഞ എൻ്റെ മനസ്സ് വരുന്നില്ല. ആ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, റിക്വസ്റ്റേ ഉള്ളൂ. ആ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ആ മരണപ്പെട്ടവർക്ക് അള്ളാഹു രക്തസാക്ഷികളുടെ പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരെയും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് കബറടക്കിയിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും ആ മരണപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പടച്ചോൻ ഇതുപോലെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.